കൺസ്യൂമർക്ക് സപ്ലയർ ഒരു എർത്തിങ് ടെർമിനലിൽ കൂടി കൊടുക്കണം എന്ന് പറയുന്നു. ആ എർത്തിങ് ടെർമിനൽ കൊടുത്ത കേസ് തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയതല്ല, അല്ലെ? എല്ലാവർക്കും നമസ്കാരം. എന്റെ മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് ജെയിംസ് കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഇന്നത്തെ വീഡിയോ എർത്തിങ് കോൺഫിഗറേഷൻ സംബന്ധിച്ചുള്ള 4ാമത്തെ പാർട്ടാണ്. ദയവായി ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് കഴിഞ്ഞ 3 പാർട്ടും ആ ക്രമത്തിൽ കണ്ടിട്ട് ഇത് കാണുക. എർത്തിങ് കോൺഫിഗറേഷൻ സംബന്ധിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ് ആണിത്. നമ്മളെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ടെക്നീഷ്യൻസ്, വൈദ്യുതി കൈകാര്യം ചെയ്യുന്ന, ടെക്നിക്കലി അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ഇവർക്കെല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ഇൻഫർമേഷനാണിത്. നമ്മൾ യൂട്യൂബിലൊക്കെ ഈ സബ്ജക്റ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2-3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകൾ കിട്ടും. പക്ഷെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നുമില്ല. യൂട്യൂബിന്റെ ടൈം ലിമിറ്റിൽ നിർത്തി കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടുക എന്നുള്ള ഒരു പർപ്പസ് മാത്രമേ അതിനൊക്കെ കാണുന്നുള്ളൂ. മാത്രമല്ല പല വീഡിയോകളും പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഇൻഫർമേഷൻ അല്ല തരുന്നത്. അപ്പൊ ഈ വിഷയം സംബന്ധിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന ആഗ്രഹമുള്ളവര് ദയവായി ഈ വീഡിയോകൾ തുടർന്ന് കാണുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ TNS, എസ് നിങ്ങൾക്ക് അറിയാം എന്താണെന്നുള്ളത്, സെപ്പറേറ്റ് എന്നുള്ള അർത്ഥത്തിൽ ആ TNS എന്ന് പറയുന്ന കോൺഫിഗറേഷനെ പറ്റിയാണ് വിശദമായിട്ട് പറയുന്നത്. ഈ ഇൻഫർമേഷൻസ് പ്രയോജനപ്രദമായി എന്ന് നിങ്ങൾക്ക് കാണുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. കൂടാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ടോപ്പിക്ക് TNS ആണ്. എസ് എന്ന് പറഞ്ഞാല് അതില് ന്യൂട്രലും പ്രൊട്ടക്റ്റീവ് കണ്ടക്ടറും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൺസ്യൂമർക്ക് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരു സോഴ്സ് കാണാം. അതിലെ ഒരു ബ്ലൂ ലൈനിൽ ഞാൻ ന്യൂട്രലും കാണിച്ചിട്ടുണ്ട്, പ്രൊട്ടക്റ്റീവ് എർത്തിങ് സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട്. മീൻസ് ആ സോഴ്സിൽ നിന്ന് തന്നെ ആ 2 വയറും വരികയാണ്. അപ്പൊ സോഴ്സ് മീൻസ് ഒരു ട്രാൻസ്ഫോമർ. അപ്പൊ KCB ആണ് ഈ സിസ്റ്റം, അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി കമ്പനിയാണ് ഈ സിസ്റ്റം അപ്ലൈ ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നിന്ന് നമുക്ക് ന്യൂട്രലും കിട്ടണം, പ്രൊട്ടക്റ്റീവ് എർത്തിങ് കണ്ടക്ടറും കിട്ടണം. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ഫേസ് ന്യൂട്രൽ മാത്രമേ കിട്ടുന്നുള്ളൂ, അല്ലെ? അപ്പൊ ഇത് നമുക്ക് നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്ന മെത്തേഡ് ആണോ നോക്കാം. അപ്പോ നമുക്ക് സപ്പോസ് നമ്മളൊരു ഫാക്ടറി ഉണ്ടെന്നിരിക്കുക. അവിടെ നമ്മൾ 11 kV, ഇപ്പൊ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, അവിടെ 11 kV സപ്ലൈ എടുത്തിട്ട് ഒരു ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നു. ആ ട്രാൻസ്ഫോമർ നമ്മൾ ന്യൂട്രൽ എർത്ത് ചെയ്യും. ന്യൂട്രൽ എർത്ത് ചെയ്യുന്ന മാത്രമല്ല ബാക്കി എല്ലാ ഈ മെറ്റൽ ഭാഗങ്ങളും എല്ലാം നമ്മൾ ഇപ്പൊ ട്രാൻസ്ഫോമറിന്റെ ബോഡി അല്ലെങ്കിൽ ജനറേറ്റർ ബോഡി ഇതെല്ലാം നമ്മൾ എർത്ത് ചെയ്തിട്ട് മൊത്തമായിട്ടൊരു മെയിൻ എർത്തിങ് ടെർമിനൽ MET അല്ലെങ്കിൽ ഒരു എർത്ത് ബസ് കാണും. അതെല്ലാം നമ്മൾ ലിങ്ക് ചെയ്ത് എർത്തിങ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടുന്ന് ചിലപ്പോൾ ഒരു സെപ്പറേറ്റ് ഒരു ബ്ലോക്ക് തൊട്ടപ്പുറത്ത് കൊണ്ടുവന്നിരിക്കട്ടെ, അവിടെ നമ്മൾ ഈ സെയിം എർത്തിങ് ടെർമിനൽ തന്നെ നമ്മൾ അവിടെ തൊട്ടടുത്താണെങ്കിൽ അവിടെ നമ്മൾ ഈ സെയിം തന്നെ കൊണ്ടുകൊടുക്കുന്നു. അപ്പുറത്തൊരു ഷെഡ് ഉണ്ട്, അവിടെ കുറച്ച് മോട്ടറുണ്ട്, എല്ലാം നമ്മൾ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സെയിം പ്രൊട്ടക്റ്റീവ് എർത്തിങ് തന്നെ എല്ലായിടത്തും കൊടുത്ത് എല്ലാം കൂടെ നമ്മൾ ലിങ്ക് ചെയ്യും, അല്ലെ? അങ്ങനെ വരുന്ന കേസിലും ആ സിസ്റ്റം എന്താണ്? TNS ആണ്. എന്ന് പറഞ്ഞാല് അവിടെ നമ്മൾ സപ്പോസ് ഒരു ബിൽഡിംഗ് ആയാലും നമുക്ക് ഇവിടെ എങ്ങനെ പരിഗണിക്കാം? ഒരു 8 നില കെട്ടിടമാണ്. ആ കെട്ടിടത്തിൽ നമ്മൾ എന്താ, അവിടെ ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ട് ആ ട്രാൻസ്ഫോമറിൽ നിന്നും സപ്ലൈ ഞാൻ ഈ പറഞ്ഞ തരത്തിൽ കൊടുക്കും. അതുകൊണ്ട് ഈ സിസ്റ്റം TNS സിസ്റ്റം HV/LV ട്രാൻസ്ഫോമേഴ്സ് മീൻസ് ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ് തരത്തിൽ വരുന്ന
മീൻസ് ഇതുപോലെ തന്നെ ഒരു 8 നില കെട്ടിടത്തിൽ നമ്മൾ ട്രാൻസ്ഫോമർ വെച്ച് നമ്മുടെ അപ്പാർട്ട്മെന്റുകളിലേക്ക് കൊടുക്കുമ്പോൾ ഈ സിസ്റ്റം അവിടെ, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് സ്യൂട്ടബിൾ ആണ്. ഞാൻ ഇൻഡസ്ട്രി ചെറിയൊരു ഭാഗമായിട്ടേ പറയുന്നുള്ളൂ, തൊട്ടടുത്ത കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇപ്പോൾ അവർക്ക് തന്നെ കുറച്ചുകൂടെ ദൂരെ സ്വല്പം ഒരു 200 മീറ്റർ ദൂരെയൊക്കെ ഈ ലോഡ് പോകുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ഈ സിസ്റ്റം അല്ല, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാതെ. അപ്പോൾ ഈ TNS എന്ന് പറയുന്നത് മനസ്സിലായി. പിന്നെ അതില് ഞാൻ പറഞ്ഞു, അതിൻ്റെ അകത്ത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ അതില് ഈ MET-യുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്നു. പിന്നെ താഴോട്ട് അതിന്റെ കുറച്ചുകൂടെ പ്രോപ്പർട്ടീസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ TNS, അപ്പൊ 3 ഫേസ് ഉണ്ട്, പിന്നെ ഒരു ന്യൂട്രൽ വയർ ഉണ്ട്, പിന്നെ പ്രൊട്ടക്റ്റീവ് എർത്തിങ് ഉണ്ട്. നമ്മൾ ആ ലോഡ് ഒരു പക്ഷേ അൺബാലൻസ്ഡ് ആകാം, 3 ഫേസിലും ഈക്വൽ ലോഡ് വരണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അൺബാലൻസ്ഡ് കറണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ ന്യൂട്രലില് വോൾട്ടേജ് കാണാം, ന്യൂട്രൽ അല്ലെങ്കിൽ ചെറിയൊരു കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് കാണും. പക്ഷെ നമ്മുടെ പ്രൊട്ടക്റ്റീവ് എർത്തിങ് കണ്ടക്ടറിൽ ആ എഫക്റ്റ് കാണത്തില്ല. കാരണം പ്രൊട്ടക്റ്റീവ് എർത്തിങ് കണ്ടക്ടർ നമ്മുടെ എർത്തിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ P അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് എർത്തിങ് സേഫ് ആൻഡ് റിലയബിൾ ആണ്. അപ്പൊ ന്യൂട്രൽ മാത്രമാണ് ആ അൺബാലൻസ്ഡ് കറണ്ട് ഉണ്ടാകുന്ന എഫക്റ്റ് ഉള്ളത്. ഓക്കെ, പിന്നീട് താഴോട്ട് പറയുന്ന പോയിന്റ്സ് ശ്രദ്ധിക്കുക. നമ്മളിപ്പോ ഒരു 3 ഫേസ് സ്ഥാപനമാണെങ്കിൽ അവിടെ ന്യൂട്രൽ എടുക്കണമെന്നില്ല, അല്ലെ? ഒരു ലോഡിലേക്ക് നമ്മൾ സിംഗിൾ ഫേസ് സപ്ലൈ ആവശ്യമുള്ളപ്പം അവിടെ ന്യൂട്രൽ ലൈൻ എടുക്കുന്നത്, ആ ഒരു പോയിന്റാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന, എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്, ഈ നമുക്ക് വർക്കിംഗ് ന്യൂട്രൽ ലൈൻ അല്ലെങ്കിൽ വർക്കിംഗ് സീറോ ലൈൻ, പിന്നെ പ്രൊട്ടക്റ്റീവ് ലൈൻ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് സീറോ ലൈൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ വർക്കിംഗ് ലൈൻ എന്ന് പറഞ്ഞത് ന്യൂട്രലിനെ ഉദ്ദേശിച്ചാണ്. മറ്റേ ഇപ്പുറത്തുള്ളത് P, പ്രൊട്ടക്റ്റീവ് ലൈൻ. അപ്പോൾ ഇവിടെ അടുത്ത ഒരു പോയിന്റില് ഞാൻ ഉദ്ദേശിച്ചത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഈസ് നോട്ട് അലൗഡ്, മീൻസ് ന്യൂട്രലോ അല്ലെങ്കിൽ ഈ P കണ്ടക്ടറോ ഒരിക്കലും ബ്രേക്ക് ചെയ്യരുത്. ആ ഒരു പോയിന്റാണ്. ഇത് നമ്മൾ നേരത്തെയൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇവിടെ പ്രൊട്ടക്റ്റീവ് എർത്തിങ് കണ്ടക്ടർ ഒരിക്കലും അത് ബ്രേക്ക് ചെയ്യുന്ന തരത്തിൽ പോകരുത്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ നമ്മള് എർത്ത് കണ്ടക്ടറൊക്കെ ബ്രേക്കായി അപകടങ്ങൾ നടന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അവിടെ വോൾട്ടേജ് വരാൻ സാധ്യത വരും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും അവിടെ ഒന്ന് ബ്രേക്ക് ആകാൻ നോക്കുക. പിന്നെ ഈ എർത്തിങ്ങിനെ സംബന്ധിച്ച് നമ്മളതിലെ എപ്പോഴും ന്യൂട്രൽ അല്ല നമ്മൾ എർത്ത് ചെയ്യുന്നത്, മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മുടെ ഒരു സ്വന്തം സ്ഥാപനത്തിൽ നമ്മൾ ട്രാൻസ്ഫോമർ വെച്ചാലും ആ ന്യൂട്രലിൽ നമ്മൾ ആദ്യം സോഴ്സിന്റെ അടുത്ത് നമ്മൾ എർത്ത് ചെയ്യുന്നു. ന്യൂട്രലിനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തു എന്നല്ലാതെ ആ ന്യൂട്രൽ ലൈനെ പിന്നെ എടുത്തെടുത്ത് എർത്ത് ചെയ്ത് ചെയ്താൽ നമ്മളെ പ്രൊട്ടക്ഷൻ മൊത്തം പോകും. അപ്പോൾ നമ്മൾ എർത്ത് ചെയ്യുന്ന എപ്പോഴും ന്യൂട്രൽ ലൈനെ അല്ല, പ്രൊട്ടക്റ്റീവ് എർത്തിങ്ങിനെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് എർത്ത് ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ ഈ സിസ്റ്റം എപ്പോഴും നമുക്ക് വളരെ റിലയബിൾ ആണ്. TNS എന്ന് പറഞ്ഞത് നമുക്ക് എപ്പോഴും വളരെ റിലയബിൾ ആണ്. നമുക്ക് ഇൻഡസ്ട്രിയൽ, സിവിൽ ബിൽഡിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അപ്പാർട്ട്മെന്റ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വീടുകളിലേക്ക് നമ്മൾ ഈ സിസ്റ്റം അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, വീടുകളിലേക്ക് അങ്ങനെ അല്ല എന്നുള്ളതിൽ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ സോഴ്സ് മുതലാണ് നമ്മുടെ എർത്തിങ് കോൺഫിഗറേഷൻ പറയുന്നത്. അപ്പൊ സോഴ്സിൽ നിന്ന് നമുക്ക് ന്യൂട്രൽ മാത്രമേ നമ്മുടെ വീടുകളിൽ നമുക്ക് കിട്ടുന്നുള്ളൂ, അല്ലെ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി നമ്മുടെ സ്റ്റാൻഡേർഡില്, അതായത് 732-ലും 3043-ലും നമ്മുടെ ഈ TNS-നെ പറ്റി എങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഈ 732-ല് ന്യൂട്രൽ സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട്, പ്രൊട്ടക്റ്റീവ് എർത്തിങ് സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമുക്ക് TNS-ല് നമുക്ക് ന്യൂട്രൽ എടുക്കണമെന്നൊന്നുമില്ല. ഇവിടെ ഇപ്പം ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന 2 ലോഡിലും ന്യൂട്രൽ എടുത്തിട്ടുണ്ട്, അല്ലെ? ഇവിടെ ന്യൂട്രൽ എടുത്തിട്ടുണ്ട്, ഇല്ല ഇവിടെ ന്യൂട്രൽ എടുത്തില്ല. ഈ രണ്ടാമത്തെ ലോഡിൽ ന്യൂട്രൽ എടുത്തിട്ടില്ല. അപ്പൊ എന്ന് പറഞ്ഞാല് ന്യൂട്രൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ ന്യൂട്രൽ കാണാത്തത് ഉടനെ നമ്മൾ ആ സിസ്റ്റം വേറെയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യവുമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് TNS സിസ്റ്റം. അതിന്റെ എക്സ്പോസ്ഡ് കണ്ടക്ടേഴ്സ്, മെറ്റൽ ബോഡി എല്ലാം നമ്മൾ MET വഴി പ്രൊട്ടക്റ്റീവ് എർത്തിങ് കണക്ട് ചെയ്തെല്ലാം നമ്മൾ പക്കയായിട്ട് നമ്മൾ എർത്ത് ചെയ്യുന്നു. പിന്നെ ഇതാണ് 732-ൽ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും വരുന്നില്ല. പിന്നെ പ്രൊട്ടക്റ്റീവ് എർത്തിങ് നമ്മൾ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എർത്ത് ചെയ്യണം. നമ്മുടെ ഡിസ്ട്രിബ്യൂഷന്റെ പാർട്ടായിട്ട് തന്നെ നമ്മൾ എർത്ത് ചെയ്യണം. ഇനി 3043-ലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും വലിയ കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പ്രൊട്ടക്റ്റീവ് എർത്തിങ്, ന്യൂട്രൽ, ആ ന്യൂട്രൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു സിംഗിൾ ഫേസ് കൺസ്യൂമർ ഉണ്ട്, അല്ലെ? ഇപ്പുറത്തൊരു 3 ഫേസ് കൺസ്യൂമർ ഉണ്ട്. ആ സിംഗിൾ ഫേസ് കൺസ്യൂമറിലേക്ക് നമ്മൾ ന്യൂട്രൽ എടുത്തു, പിന്നെ ഒരു ലൈൻ എടുത്തു, പ്രൊട്ടക്റ്റീവ് എർത്തിങ് എടുത്തു. പ്രത്യേകിച്ച് അവിടെ ഇഷ്യൂ ഒന്നും വരുന്നില്ല. പിന്നെ ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്ന 3 ഫേസ് കൺസ്യൂമർക്ക് ന്യൂട്രൽ എടുത്തിട്ടില്ല എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ജനറൽ ആയിട്ട് 3 ഫേസ് കൺസ്യൂമേഴ്സ് ആണെങ്കിൽ അവർക്ക്
ലോക്കൽ എർത്തിങ്, അവർക്ക് സ്വന്തമായിട്ടൊരു എർത്തിങ് സിസ്റ്റം ഉണ്ടായിരിക്കണം. അതിന്റെ പിന്നിലൊരു ഇൻഫർമേഷൻ ഉണ്ട്, ഞാൻ പറയാം. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഇനി കൺഫ്യൂഷന്റെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഞാനൊരു 3 സിസ്റ്റം കാണിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ ഒന്ന് TNC കാണിച്ചിട്ടുണ്ട്, പിന്നെ TNC കാണിച്ചിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡില് ഒരു TNCS സിസ്റ്റം കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ TNSും കാണിച്ചിട്ടുണ്ട്. ഇത് 3ഉം ഒരേ സ്റ്റാൻഡേർഡിൽ നിന്ന് 3043 നിന്ന് ഞാൻ എടുത്തതാണ്. ഇവിടെ ഈ 3 എണ്ണത്തിൽ ഞാൻ താഴെ ഹൈലൈറ്റ് റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ഞാൻ ആ ക്ലാസ് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാണ്. എല്ലായിടത്തും എഴുതിയിട്ടുണ്ട് 3 ഫേസ് കൺസ്യൂമേഴ്സ് അവർക്ക് ലോക്കൽ എർത്ത് ഇലക്ട്രോഡ് വേണമെന്ന് എടുത്തവിടെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രത്യേകത അതെന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ഈ സ്റ്റാൻഡേർഡിൽ, നമ്മുടെ IS സ്റ്റാൻഡേർഡിൽ എടുത്തു പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, അത് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഇവിടെ എല്ലാം നമ്മൾ സിംഗിൾ ബേസ് കൺസ്യൂമർ, ഈ 3 പടവും നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളതാണ്. ഈ 3 പടത്തിലും സിംഗിൾ ബേസ് കൺസ്യൂമേഴ്സിനെ കാണിച്ചിട്ടുണ്ട്, 3 ബേസ് കൺസ്യൂമേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇതൊരു സിംഗിൾ ബേസ് കൺസ്യൂമറാണ്. പക്ഷെ 3 ഫേസ് കൺസ്യൂമറിന് സെപ്പറേറ്റ് എർത്തിങ് കാണിച്ചിട്ടുണ്ട്, 3 ഫേസിന് കാണിച്ചിട്ടുമില്ല. അതിന്റെ പിന്നില് എന്താണ് ഇൻഫർമേഷൻ? നമ്മളെല്ലാം ഫോളോ ചെയ്യുന്ന സേഫ്റ്റി റെഗുലേഷൻ, സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള മെഷേഴ്സ് റിലേറ്റിംഗ് ടു സേഫ്റ്റി ആൻഡ് ഇലക്ട്രിക് സപ്ലൈ റെഗുലേഷൻ ആണ്. ഞാൻ ഇത് നേരത്തെ കാണിച്ചതാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ നമ്മുടെ കൺസ്യൂമർക്ക് സപ്ലയർ ഒരു എർത്തിങ് ടെർമിനലും കൂടി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ആ എർത്തിങ് ടെർമിനൽ കൊടുത്ത കേസ് തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയതല്ല, അല്ലെ? എല്ലാ സ്ഥലങ്ങളിലും ഒന്നുകിൽ ന്യൂട്രലും പ്രൊട്ടക്റ്റീവ് എർത്തിങ്ങുമായിട്ട് ഒന്നുകിൽ കമ്പൈൻഡ്, അല്ലെങ്കിൽ സെപ്പറേറ്റ്, അല്ലെങ്കിൽ പകുതി കൊണ്ടുവന്നിട്ട് കമ്പൈൻഡോ അത് കഴിഞ്ഞ് സെപ്പറേറ്റ്. അങ്ങനെയാണ് നമ്മൾ 3 സിസ്റ്റം പഠിച്ചത്. ഈ 3 സിസ്റ്റത്തിനെയും പറ്റി തന്നെയാണ് ഈ 16 എന്ന് പറയുന്ന ഈ റെഗുലേഷനിൽ ശരിക്കും പറഞ്ഞിരിക്കുന്നത്. അതായത് TN സിസ്റ്റത്തിനെ പറ്റി തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞാണ്, ഇനി റിവൈസ് ചെയ്ത് വരുമ്പോൾ, ഈ റെഗുലേഷൻ റിവൈസ് ചെയ്ത് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അവിടെ ഒരു TN സിസ്റ്റം എന്നും കൂടി എഴുതും മിക്കവാറും. ഓക്കെ, അതിലെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രൊവൈഡഡ് ദാറ്റ് in the case of installations of voltage exceeding 250 volt, the consumer shall, in addition to the mentioned earthing arrangement, provide his own earthing system with an independent earth electrode എന്ന് എടുത്തു പറയുന്നത്. എന്ന് പറഞ്ഞാൽ 250 വോൾട്ടിൽ കൂടുതൽ വരുന്ന കൺസ്യൂമേഴ്സ് സ്വന്തമായിട്ടൊരു ലോക്കൽ എർത്തും കൂടെ കൊടുക്കണം. പക്ഷേ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ, സിംഗിൾ ഫേസ് കൺസ്യൂമേഴ്സിന് ഇത് ബാധകമല്ല. 250 വോൾട്ട് എന്ന് പറയുമ്പോൾ സാധാരണ 3 ഫേസ് കൺസ്യൂമേഴ്സിനാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു നിയമങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മളൊരു ISL ഒരു കാര്യം പറയുന്നു, റെഗുലേഷനിൽ ഒരു കാര്യം പറയുന്നു. നമ്മൾ എപ്പോഴും റെഗുലേഷനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ റെഗുലേഷനിൽ അത് എടുത്തു പറയുന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയിൽ നിന്ന് ഇറങ്ങിയ റെഗുലേഷനിൽ പലയിടത്തും പറഞ്ഞേക്കെന്ന് പറഞ്ഞാല് നമ്മൾ രണ്ട് തരത്തിലൊരു കോൺഫ്ലിക്റ്റ് വരുന്ന സാഹചര്യമായാലും നമ്മൾ റെഗുലേഷനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ റെഗുലേഷനിൽ ഇത് എടുത്തു പറയുന്നത് കൊണ്ടും കൂടെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡില് ഈ സിംഗിൾ ബേസ് കൺസ്യൂമേഴ്സിന് എർത്തിങ് നിർബന്ധമല്ല എന്ന് പറയുന്നത്. ഈ സിംഗിൾ ബേസ് കൺസ്യൂമർ ആയാലും 3 ബേസ് കൺസ്യൂമർ ആയാലും ശരിക്കും നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാകും, ഈ എർത്തിങ് കൊണ്ട് വലിയ ഒരു എഫക്റ്റ് നമ്മുടെ പ്രൊട്ടക്ഷൻ സംബന്ധിച്ചിട്ട് ഉണ്ടാകുന്നില്ലെന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ പ്രൊട്ടക്റ്റീവ് എർത്തിങ് നമുക്ക് തരുന്നുണ്ട്. ഈ പ്രൊട്ടക്റ്റീവ് എർത്തിങ് തരുമ്പോൾ നേരത്തെ ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, എർത്ത് ലൂപ്പ് ഇമ്പിഡൻസ്, എർത്ത് ഫോൾട്ട് ലൂപ്പ് ഇമ്പിഡൻസ് ഞാൻ പറഞ്ഞില്ലേ, ആ എർത്ത് ഫോൾട്ട് ലൂപ്പ് ഇമ്പിഡൻസിലെ ഈ പ്രൊട്ടക്റ്റീവ് എർത്തിങ് വഴിയാണ് ആ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മൾ എർത്തും കൂടെ വരുന്ന ഒരു സിസ്റ്റം നമ്മൾ ഇനി പഠിക്കും. അതായത് ഈ പ്രൊട്ടക്റ്റീവ് എർത്തിങ് കാണത്തില്ല, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മുടെ സ്വന്തം എർത്തിങ് വരുമ്പോൾ നമ്മുടെ ഭൂമി എന്ന ആ ഒരു മാസും കൂടെ ഈ ലൂപ്പ് ഇമ്പിഡൻസിൽ വരും. അപ്പൊ ലൂപ്പ് ഇമ്പിഡൻസിന്റെ വാല്യൂ കൂടും. അപ്പോൾ വാല്യൂ കൂടുമ്പോൾ എന്ത് പറ്റും, നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന പ്രൊട്ടക്ഷൻ, അതായത് ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഫ്യൂസ് അല്ലെങ്കിൽ MCB അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രേക്കർ വെക്കുമ്പോൾ ആ പ്രൊട്ടക്റ്റീവ് എർത്തിങ് വർക്ക് ചെയ്യുന്നതിന്റെ എഫക്റ്റ് കുറയും, മീൻസ് അതിന്റെ ചാൻസ് കുറയും. അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ TN സിസ്റ്റത്തിലൊക്കെ ശരിക്കും അവരൊരു എർത്ത് ഇലക്ട്രോഡ് സിംഗിൾ ബേസ് ആയാലും 3 ബേസ് ആയാലും കൺസ്യൂമർ സ്ഥാപിച്ചാലും അത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ലോക്കലൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും ചാർജ് ഉണ്ടെങ്കിൽ അത് പോകും. പക്ഷേ സിസ്റ്റം നമ്മുടെ OCPD പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രയോജനം അതിനകത്ത് നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ടും കൂടെ ആയിരിക്കാം ഇങ്ങനെ ഒരു റെഗുലേഷനിലെ ഈ ഒരു
പോയിന്റ് എടുത്തു പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി ഇത് നമുക്ക് പഠിക്കാനുള്ളത് TT സിസ്റ്റമാണ്. ആ TT സിസ്റ്റം വരുമ്പോഴേ ഈ കാര്യങ്ങൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ആ എർത്തിങ് ഒരു കൺസ്യൂമർ എർത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതൊക്കെ നമുക്ക് അടുത്ത സെക്ഷനിൽ മനസ്സിലാക്കാം. അപ്പൊ TNS നിങ്ങൾക്ക് വ്യക്തമായി കാണും എന്ന് കരുതുന്നു. ഈ TNSന് തന്നെ ഇനി വേറൊരു സിസ്റ്റവും കൂടെ ഉണ്ട്. TNSന് തുടർച്ചയായിട്ട് വരുന്ന പകുതി TNSും പകുതി TTയുമായിട്ട് നമ്മൾ TNCS പറഞ്ഞതുപോലെ കുറച്ച് കൺസ്യൂമേഴ്സിന് TNSും കുറച്ച് കൺസ്യൂമേഴ്സിന് TTയുമായിട്ട് വരുന്ന കേസ് ഉണ്ട്. അത് സെപ്പറേറ്റ് ഒരു സെക്ഷനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻ വളരെ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് ഇൻഫോർമേറ്റീവ് ആയി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നിങ്ങൾ ഈ ഇൻഫർമേഷൻ ദയവായി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ തന്നെ ഇതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ ഒരുപാട് മനസ്സിലാക്കുവാനായിട്ട് നെറ്റിലൊക്കെ നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് നെറ്റിൽ നിന്നും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കിട്ടുന്നുള്ളത്. ഞാൻ ഈ ക്ലാസ് ഉദ്ദേശിക്കുന്നത് എല്ലാ ലെവലിലുള്ള എന്ന് പറഞ്ഞാൽ താഴെ ഒരു കൺസ്യൂമർക്കായാൽ പോലും ഈ ഇൻഫർമേഷൻസ് മനസ്സിലാക്കണം. പിന്നെ പ്രശ്നം വരുന്നത് ഒരേ സംഗതി തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. പലതും ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും. ദയവ് ചെയ്ത് സഹകരിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ദയവ് ചെയ്ത് ഇത് ഷെയർ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. നിങ്ങൾ ക്ഷമയോടെ ശ്രദ്ധിച്ച്